Good morning, everyone. Respected chair, panelists, and all the participants. Myself, I am Dr. Sumana KP, Department of Library and Information Science, Assistant Professor on Contact Writer work, and my co-author is Professor Dr. M. Bavakutti, Founder Director, DLI's Kannur University. Here, the title of our study is Mapping the Advocacy of Public Libraries in India in the context of UN's Sustainable Development Goals. യുണൈറ്റഡ് നേഷൻസിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ പബ്ലിക് ലൈബ്രറീസിൻ്റെ റോള് ഉണ്ട് എന്ന് പ്രതിപാദിക്കാനാണ് ഈ പേപ്പറിലൂടെ ട്രൈ ചെയ്യുന്നത്. ഇന്ന് ഈ ഒരു സ്റ്റഡിയിൽ പ്രധാനമായും 3 ഏരിയയിലാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, അറ്റ് പ്രസൻറ്റ് നമ്മുടെ ഇന്ത്യയുടെ റാങ്കിങ് SDD ആൻഡ് ഇന്ത്യ UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്, അങ്ങനെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പബ്ലിക് ലൈബ്രറീസിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും. And the third one is to propose developing a library network of India, library map of India. These are the things I am going to explain here. So moving on to slides. So first of all, what is SDG? What do you mean by what is UN Sustainable Development Goals? So here already I am listed in English. The SDGs are a set of 17 goals, officially known as Transforming Our World, the 2030 Agenda for Sustainable Development. നമ്മൾ UN SDGs എന്ന് പറയും. ഇതാണ് അതിൻ്റെ കറക്റ്റ് ടൈറ്റിൽ. സോ 2015 ഐക്യരാഷ്ട്ര പൊതുസഭ ഒരു പ്ലാൻ കൊണ്ടുവന്നു. ദാറ്റ് ഈസ് മെച്ചപ്പെട്ടതും സുസ്ഥിരവുമായ ഭാവി എല്ലാവർക്കും കൈവരിക്കുന്നതിനുള്ള മാതൃകയായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും 2030 നേടിയെടുക്കാൻ നിർദ്ദേശിച്ചതുമായ 17 പരസ്പര ബന്ധിതമായ ആഗോള തലത്തിലുള്ള ലക്ഷ്യങ്ങളുടെ ഒരു ശേഖരമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അവിടെ ടോട്ടൽ 17 ഗോൾസ് ആണുള്ളത്, 169 ടാർഗറ്റ്സ്. ഈ രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സസ്റ്റൈനബിൾ ഗോൾസ് ആണ് UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ആൻഡ് ദർ ആർ 17 ഗോൾസ്. ദിസ് ഗോൾസ് ആർ ലിസ്റ്റഡ് ഹിയർ. നെക്സ്റ്റ് slide change. Yes sir. Okay. No. Previous one. Okay. Here 17 sustainable development goals are listed here. And I am listing in Malayalam. First one, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 2, വിശപ്പില്ലാത്ത അവസ്ഥ. 3, നല്ല ആരോഗ്യവും ക്ഷേമവും. 4, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. 5, ലിംഗസമത്വം. 6, ശുദ്ധമായ വെള്ളവും ശുചിത്വവും. 7, താങ്ങാവുന്നതും ശുദ്ധവുമായ ഊർജം. 8, മാന്യമായ ജോലിയും സാമ്പത്തിക വളർച്ചയും. 9, വ്യവസായം, നവീകരണം, അടിസ്ഥാന സൗകര്യങ്ങൾ. അസമത്വം കുറക്കുക. 11, സുസ്ഥിര നഗരങ്ങളും സമൂഹങ്ങളും. ഉത്തരവാദിത്ത ഉപഭോഗവും ഉൽപ്പാദനവും. കാലാവസ്ഥാ പ്രവർത്തനം. വെള്ളത്തിന് താഴെയുള്ള ജീവിതം. കരയിലെ ജീവിതം. സമാധാനം, നീതി, ശക്തമായ സ്ഥാപനങ്ങൾ, ലക്ഷ്യങ്ങൾക്കുള്ള പങ്കാളിത്തം. ഇതാണ് UN ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അപ്പോൾ ഈ ഗോൾസ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ എത്രത്തോളം നിൽക്കുന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. ആൻഡ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മൈ സ്റ്റഡി ആർ to identify the state of SDGs in India and to proffer a model for achievement of SDGs in India through strategic public library services, and at last designing library map of India. So next slide. So overview. Here you can see India's rank 121 ആണ് out of 169 countries. UNന്റെ റാങ്കിങ്ങിൽ 169 രാജ്യങ്ങളാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കി രാജ്യങ്ങളുടെ ഡാറ്റ കിട്ടിയിട്ടില്ല. അങ്ങനെ റാങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന 169 രാജ്യങ്ങളിൽ 121ാമതാണ് ഇന്ത്യക്ക് ഇപ്പോഴുള്ള പൊസിഷൻ. അപ്പം ഈ ഒരു പൊസിഷൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഈ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ഒരു ഗോളും സ്റ്റിൽ ഇന്ത്യ പൂർണ്ണമായി അച്ചീവ് ചെയ്തിട്ടില്ല. ആൻഡ് ട്രാക്കിലുള്ള ഗോളുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 12 and 13. ദാറ്റ് ഈസ് ഉത്തരവാദിത്ത ഉപഭോഗവും കാലാവസ്ഥ പ്രവർത്തനവും. ഈ 2 ഗോളും അച്ചീവ് ചെയ്യുന്ന ട്രാക്കിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ആൻഡ് മോഡറേറ്റ്ലി ഇംപ്രൂവിങ് ചെയ്തിരിക്കുന്ന ഗോൾസ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, നല്ല ആരോഗ്യവും ക്ഷേമവും, ശുദ്ധമായ വെള്ളം ശുചിത്വം, താങ്ങാവുന്നതും ശുദ്ധമായ ഊർജം, മാന്യമായ ജോലിയും സാമ്പത്തിക വളർച്ചയും, വ്യവസായം, നവീകരണം, അടിസ്ഥാന സൗകര്യങ്ങൾ. ഈ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ ഇന്ത്യ മോഡറേറ്റ്ലി ഇംപ്രൂവിംഗ് ആണ്, മിതമായ രീതിയിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് സ്റ്റാഗ്നേറ്റിംഗ്, വേണ്ട രീതിയിലേക്ക് ഇതില്ലാത്ത നിൽക്കുന്ന ഗോൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വെള്ളത്തിന് താഴെയുള്ള ജീവിതം, കരയിലെ ജീവിതം, സമാധാനം, നീതി, ശക്തമായ സ്ഥാപനങ്ങൾ, ലക്ഷ്യങ്ങൾക്കുള്ള പങ്കാളിത്തം. ഇതാണ് ഇന്ത്യയുടെ കറന്റ് സ്റ്റാറ്റസ്. ഓവർവ്യൂ ഓഫ് SDGs ആൻഡ് ഇന്ത്യ. ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ SDGs ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ലൈബ്രറികൾക്കും
പബ്ലിക് ലൈബ്രറികൾക്കും ഒരു റോൾ ഉണ്ട് എന്നാണ് നമ്മുടെ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ആ സ്റ്റഡീസ് പബ്ലിക് ലൈബ്രറീസിന് എന്തൊക്കെ SDGs അച്ചീവ് ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതിൽ ഓരോരോ ഗോളും അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി വേൾഡ് വൈഡായിട്ട് ലൈബ്രറി ചെയ്തിട്ടുള്ള ആക്ഷനുമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഫോർ നെക്സ്റ്റ് സ്ലൈഡ്. സോ ഫസ്റ്റ് ഗോൾ, നോ പോവർട്ടി. നമുക്കറിയാം ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ വേണം, ജോലി വേണം. സോ ചില രാജ്യങ്ങളിൽ ദ ലൈബ്രറി ക്യാൻ ഹോസ്റ്റ് എൻ എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ സർവീസ് ആൻഡ് വിച്ച് മേ ഹെൽപ്പ് ടു ഫൈൻഡ് എ ജോബ്. ഒരു ജോബ് നേടിയെടുക്കാൻ വേണ്ടിയുള്ള എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ സർവീസ് ആയിട്ട് പബ്ലിക് ലൈബ്രറീസ് വർക്ക് ചെയ്യുന്നു. ആൻഡ് ദ ലൈബ്രറി കുഡ് പ്രൊവൈഡ് മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി സ്കിൽസ് ആൻഡ് ഹെൽപ്പ് ദം ടു ഡെവലപ്പ് ദ റെസ്യൂംസ് ആൻഡ് അപ്ലൈ ഫോർ ജോബ്സ് എക്സെട്ര. നമ്മളിപ്പം അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കോൺടാക്ട് ചെയ്തിരുന്ന എല്ലാവർക്കും റെസ്യൂം ഡെവലപ്പ് ചെയ്യാനും ബയോഡാറ്റ ക്രിയേറ്റ് ചെയ്യാനൊക്കെ അറിയാം. പക്ഷെ അതല്ലാതെ അങ്ങനെയുള്ള കോൺടാക്റ്റ് ഇല്ലാത്ത ആൾക്കാർക്കും അതെങ്ങനെയൊക്കെ വേണം എന്നുള്ള ട്രെയിനിങ് കൊടുക്കാനും അങ്ങനെയുള്ള ഇൻഫർമേഷൻ എവിടെയൊക്കെ എംപ്ലോയ്മെൻറ്റ് എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാനുള്ള വേദികളായിട്ട് പബ്ലിക് ലൈബ്രറീസ് മാറിപ്പെടുന്നു. അങ്ങനെ നോ പോവർട്ടിയിലുള്ള ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു ടാർഗറ്റായിട്ട് അച്ചീവ് ചെയ്യാൻ പബ്ലിക് ലൈബ്രറീസിന് മാറാൻ സാധിക്കും. ആൻഡ് സെക്കൻഡ് വൺ, നോ ഹങ്കർ. നമുക്കറിയാം ഹങ്കർ വിശപ്പാട് കണക്കിൽ തീർച്ചയായും അവിടെ എന്ത് വേണം, അഗ്രികൾച്ചർ ഗ്രോത്തും കൂടെ വേണം. ഭക്ഷ്യ ലഭ്യത കുറവാണെങ്കിൽ പ്രോബ്ലി അവിടെ വില കൂടും. അപ്പോൾ അതെല്ലാവർക്കും ഒരേ രീതിയിൽ എല്ലാവർക്കും ഭക്ഷണം വേണ്ട രീതിയിൽ കിട്ടിയെന്ന് വരില്ല. ഇവിടെ ഒരു ലൈബ്രറിൻ്റെ റോളായിട്ട് ചില രാജ്യങ്ങൾ ചെയ്തു വന്നത് ട്രെയിൻഡ് ലൈബ്രറിയൻസ് ട്രെയിൻഡ് കുഡ് ഹെൽപ്പ് ഫാമേഴ്സ് ഗെറ്റ് ഇൻ സബ്സിഡീസ് വയ ന്യൂ ഇൻ്റർനെറ്റ് ആൻഡ് കമ്പ്യൂട്ടർ സർവീസസ്. ഒരുപാട് സബ്സിഡീസ് കർഷകർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടാകും. പക്ഷേ ഇങ്ങനെ കൊടുക്കുന്ന സബ്സിഡികളും ആ സബ്സിഡി എങ്ങനെ കർഷകർക്ക് വേണം എന്നുള്ളതൊക്കെ അവരിലേക്ക് എത്തിക്കണം. അപ്പം അങ്ങനെ എത്തിക്കാനുള്ള ഒരു വേദിയായിട്ട് എങ്ങനെ സബ്സിഡീസ് അച്ചീവ് ചെയ്യാം, എങ്ങനെയാണ് കമ്പ്യൂട്ടർ സർവീസിൽ കൂടെ അത് അപ്ലൈ ചെയ്യാൻ കഴിയാം, അതേപോലെ ഈ ടെക്നോളജീസൊക്കെ ഫിനാൻഷ്യൽ ഫോംസ് ഫില്ല് ചെയ്യാൻ, അത് ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി കർഷകരെ സഹായിക്കാനുള്ള സെൻറ്റേഴ്സായിട്ട് പബ്ലിക് ലൈബ്രറീസിന് മാറാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ഗുഡ് ഹെൽത്ത്. സാധാരണ ഡൈജസ്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ലൈബ്രറി സർവീസിൽ വരുന്നതാണ്. പക്ഷേ ചില രാജ്യങ്ങളിൽ അവർ എന്ത് ചെയ്തു, അവർ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊറോണ ഒക്കെ ഇതുപോലൊരു രോഗങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ തടയുക, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ, എന്തൊക്കെ പ്രിവെൻഷൻ മെഷേഴ്സ് നമ്മൾ എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളിലേക്ക് വളരെ ഓതൻറ്റിക്കായി എത്തിക്കാനുള്ള ഇൻഫർമേഷൻ സെൻറ്റേഴ്സായിട്ട് പ്രവർത്തിക്കാൻ പബ്ലിക് ലൈബ്രറികൾക്ക് സാധിക്കും. ദെൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ദർ ഇസ് എ ഡിജിറ്റൽ ഡിവൈഡ്. നമുക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജീസ് യൂസ് ചെയ്യാൻ പറ്റുന്നതും യൂസ് ചെയ്യാൻ അറിയാത്തവരുമായ ഒരു സമൂഹം ഇപ്പോഴും സ്റ്റിൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് കൊണ്ടുവരാനുള്ള സെൻറ്റേഴ്സായിട്ട് മാറാൻ പബ്ലിക് ലൈബ്രറികൾക്ക് തീർച്ചയായും സാധിക്കും. ആൻഡ് അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ പല ലൈബ്രറികളായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ദ ലൈബ്രറി ഹാസ് മെനി വിസിറ്റേഴ്സ് ഹൂ ക്യാൻ ആക്സസ് ടൂൾസ് ഡിസൈൻ ടു ഇംപ്രൂവ് ലിറ്ററസി ആൻഡ് ഹെൽപ്പ് വിത്ത് ദ ഹോംവർക്ക്. അങ്ങനെയുള്ള രീതിയിൽ ഇൻഫർമേഷൻ ലിറ്ററേറ്റ് ആക്കാൻ അതിനുള്ള സെൻറ്റേഴ്സായിട്ടും പബ്ലിക് ലൈബ്രറീസിന് മാറാൻ സാധിക്കും. ദെൻ ജെൻഡർ ഇക്വാലിറ്റി. ഇൻഫർമേഷൻ എല്ലാവർക്കും ഉള്ളതാണ്, ഏതെങ്കിലും ഒരു ജെൻഡറിന് മാത്രമായിട്ട് ലഭിക്കാനുള്ളതല്ല. ബട്ട് ഈ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സംടൈംസ് സ്ത്രീകൾ, കുട്ടികൾ, അവർക്കൊക്കെ അതിൻ്റെ ഒരു ഡിസ്ക്രിമിനേഷൻ ചില മേഖലകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടും പബ്ലിക് ലൈബ്രറീസിൻ്റെ സെൻറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സ് സെൻറ്റേഴ്സ് ക്യാൻ ഹെൽപ്പ് വിമൻ ആൻഡ് ഗേൾസ് ഗെയിൻ ഇൻസൈറ്റ് ഇൻ ടു ദർ ലൈഫ്സ്. അവരുടെ ജീവിതങ്ങൾക്ക് ഒരു വെളിച്ചമായിട്ട് മാറാൻ. ആൻഡ് ഈ പബ്ലിക് ലൈബ്രറികൾക്ക് പ്രാക്ടിക്കൽ കോഴ്സസൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതായത് സ്ത്രീകൾക്കൊക്കെ കമ്പ്യൂട്ടർ പഠിക്കാൻ ബേസിക് സ്കിൽസ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സെർച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ബേസിക് സ്റ്റഡീസ് ഓഫർ ചെയ്യാനുള്ള സെൻറ്റേഴ്സായിട്ട് പബ്ലിക് ലൈബ്രറീസിന് മാറ്റാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഗോൾ ഈസ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ഇതിലേക്ക് എന്താണ് പബ്ലിക് ലൈബ്രറീസിൻ്റെ റോൾ എന്നല്ല, ഇത് വേറൊരു രാജ്യത്തിലുള്ളത് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ലൈബ്രറി പ്ലേഡ് എ സെൻട്രൽ റോൾ ഇൻ ബ്രിങ്ങിങ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ to the entire community via a water treatment project they established in the town central square. അപ്പോൾ അങ്ങനെ ഒരു വേദിയായിട്ട് മാറി ചില രാജ്യങ്ങളിൽ പബ്ലിക് ലൈബ്രറീസ് മാറപ്പെടുന്നു. ദെൻ ക്ലീൻ എനർജി. അത് എനർജി മോണിറ്റേഴ്സ്. നമ്മളിപ്പോൾ എത്രത്തോളം വൈദ്യുതി കൺസ്യൂം ചെയ്യുന്നുണ്ട്, അങ്ങനെ എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ യൂസേജ് അതിനെക്കാട്ട് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് എനർജി മോണിറ്റേഴ്സ് വേണം. അങ്ങനെ എനർജി മോണിറ്റേഴ്സ് ബോറോ ചെയ്യാനുള്ള വേദികളായിട്ട് ചില സ്ഥലങ്ങളിൽ പബ്ലിക് ലൈബ്രറീസ് യൂസ് ചെയ്യുന്നു. ദെൻ ഗുഡ് ജോബ്സ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഹിയർ നേരത്തെ പറഞ്ഞത് തന്നെ പീപ്പിൾ കുഡ് ഫൈൻഡ് ജോബ് ത്രൂ ദർ പബ്ലിക് ലൈബ്രറി. നമ്മൾ പബ്ലിക് ലൈബ്രറിയിലെ കൂടി അവിടെ അവർക്ക് എവിടെയൊക്കെ ജോബ് വാക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ICT ആക്സസ് ചെയ്യുക, എങ്ങനെ ജോബ് അപ്ലൈ ചെയ്യാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ്
ഓൺലൈനായിട്ട് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ കഴിയാം. ഇതിനൊക്കെയുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സ് സപ്പോർട്ടിംഗ് സെൻറ്റേഴ്സ് ആയിട്ട് മാറാൻ പബ്ലിക് ലൈബ്രറീസിന് സാധിക്കും. Then innovation and infrastructure. Yeah, okay. So these are the action plan for achieving the goal 9. And next, there are 17 goals there. So just I am skipping. 10th one is reduced inequalities. So നമുക്കറിയാം ഫോർ എക്സാമ്പിൾ ബ്ലൈൻഡ് ആൻഡ് ലോ വിഷൻ പീപ്പിൾ അങ്ങനെയൊക്കെ അൺഎംപ്ലോയ്ഡ് ആയ ആൾക്കാർ കൂടുതലുണ്ടാവും. അപ്പോൾ അവർക്ക് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ടൂൾസ് ഒക്കെ ഉണ്ട്. ദേ ആർ ക്രിയേറ്റിംഗ് ടോക്കിംഗ് ബുക്സ് ഇൻ ഡിജിറ്റൽ ഡേസി ഫോർമാറ്റ്. അപ്പോൾ അതിനൊക്കെയുള്ള റെക്കോർഡിംഗ് സെൻറ്റേഴ്സ് ആയിട്ട് ലൈബ്രറീസിന് മാറ്റാം. ആൻഡ് ദെൻ സസ്റ്റൈനബിൾ ആൻഡ് സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ലൈബ്രറീസ് അങ്ങനെ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചരിത്രമൊക്കെ പ്രിസർവ് ചെയ്യുന്നൊരു മെയിൻ സെൻറ്റേഴ്സ് ആയിട്ട് ലൈബ്രറി മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലൈബ്രറീസിന് ആ രീതിയിലേക്ക് യൂസ് ചെയ്യാം. ദെൻ റെസ്പോൺസിബിൾ കൺസപ്ഷൻ ഇറ്റ്സ് ഓൾറെഡി സെറ്റ്. എനർജി മോണിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ട് ദ പ്ലാനറ്റ്, അതായത് നമ്മുടെ ഭൂമിയിലുള്ള റിസോഴ്സസിന് എന്തൊക്കെ ത്രെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയുണ്ട്, എയർ പൊല്യൂഷൻ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പോർട്ടലായിട്ട് തുടങ്ങിയാൽ കുറച്ചും കൂടി ജനങ്ങൾ പബ്ലിക് ലൈബ്രറി പോർട്ടൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ കുറച്ചും കൂടി അവെയർ ചെയ്യുന്ന വേദികളായിട്ട് പബ്ലിക് ലൈബ്രറീസിനെ മാറ്റാം. ഇതിന് മുന്നിൽ പ്രസൻറ്റേഷനിൽ കേട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ലോകത്തിൽ വരുന്ന മരണങ്ങളിൽ ഭൂരിഭാഗം മരണം സംഭവിക്കുന്നത് ദുരന്തങ്ങൾ കാണാണ്, പ്രകൃതി ദുരന്തങ്ങൾ, ബാക്കിയല്ല. അപ്പം ഈ പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചസ് അറിയണം. ഇതിന് ഡാറ്റ വേണം. ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള വേദികളായിട്ട് പബ്ലിക് ലൈബ്രറീസ് മാറ്റപ്പെടുന്നതിനെ കൊണ്ടുള്ള ഒരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മളെ പ്ലാനറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ലൈബ്രറീസിനെ യൂസ് ചെയ്യാം. ലൈഫ് ബിലോ വാട്ടർ, ഇത് ഇന്ത്യയിൽ എത്രത്തോളം കോണ്ടാക്ട്സിനുള്ളതല്ല. അതായത് അങ്ങനെയുള്ള ഐലൻഡ് അതുപോലെയുള്ള സ്ഥലങ്ങൾ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ബോട്ട് സർവീസിലൊക്കെ പോയിട്ട് ലൈബ്രറീസ് സർവീസ് ഓഫർ ചെയ്യാം. ലൈഫ് ഓൺ ലാൻഡ്, ഇതൊരു വേറൊരു സ്ഥലത്ത് ചെയ്തൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ ഒരു പോർട്ടലിൽ പോയാൽ തന്നെ അവിടുത്തെ സ്പീഷീസ് അല്ല മാപ്പ് പോപ്പുലേഷൻ, എക്കോസിസ്റ്റം ഡിക്ലൈൻസ്, ഇതൊക്കെ ആ ലൊക്കാലിറ്റിയിലുള്ള എല്ലാ കംപ്ലീറ്റ് ഡാറ്റ ഈ ഒരു പോർട്ടലിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ അവിടെയുള്ള സ്പീഷീസ് ഒക്കെ മനസ്സിലാക്കാനുള്ള വേദികളായിട്ട് അവിടെയുള്ള പബ്ലിക് ലൈബ്രറീസിനെ യൂസ് ചെയ്യാം. Then peace, justice and strong institutions, and libraries could contribute to open government partnership, that is to make action plans, a platform between government, civil society and business. The government civil society തമ്മിലുള്ള ഒരു ആക്ഷൻ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് വർക്ക് ചെയ്യാം, അവർക്ക് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് വർക്ക് ചെയ്യാം ലൈബ്രറീസിന് സാധിക്കും. Then partnership for goals. Okay, these are the 17 sustainable development goals, and the public libraries could definitely contribute to attain or achieving these sustainable development goals by taking many actions. That's what I just try to explain here. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായും ഗവൺമെൻറ് സർവീസ് വേണം. അതിന് മുന്നേ ഒരു പ്രൊജക്റ്റ് പോലെ ഒരു പ്രൊപ്പോസൽ പോലെ കൊടുക്കുകയാണ് ലൈബ്രറി മാപ്പ് ഓഫ് ഇന്ത്യ. നേരത്തെ ഒരു പ്രസൻറ്റേഷൻ തന്നെ കർണാടകയിൽ നടന്ന ഒരുപാട് ലൈബ്രറി റീ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഇതൊക്കെ നമുക്കും ഇപ്പം നിങ്ങളിവിടെ ഒരു പ്രസൻറ്റേഷൻ ഇവിടെ അറ്റൻഡ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനുള്ള ഡാറ്റ കിട്ടിയത്. പക്ഷെ നമ്മൾ ഇതുപോലൊരു ലൈബ്രറി മാപ്പ് ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അറ്റ് സിംഗിൾ ക്ലിക്ക്, ഫോർ എക്സാമ്പിൾ ഇവിടെ ഓരോ സ്റ്റേറ്റിൽ ഇപ്പോൾ കേരളയിൽ ക്ലിക്ക് ചെയ്താൽ അവിടെയുള്ള എല്ലാ പബ്ലിക് ലൈബ്രറീസിൻ്റെയും ഒരു ലിസ്റ്റ് കിട്ടുക. ആ ഓരോ പബ്ലിക് ലൈബ്രറിയിലേക്ക് ക്ലിക്ക് ചെയ്താൽ അവിടെയൊക്കെ ബേസിക് സർവീസസ് അല്ലെങ്കിൽ അവിടെയുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് ഈ രീതിയിൽ നമ്മൾ ഫുൾ ഡാറ്റ കളക്ട് ചെയ്തെടുത്താൽ തീർച്ചയായും, അതായത് ഇപ്പോൾ കർണാടകയിൽ നടക്കുന്നത് കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, തമിഴ്നാട്ടിൽ നടക്കുന്നത് മണിപ്പൂരിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു നല്ല രീതിയിലേക്കുള്ള ഒരു പബ്ലിക് സിസ്റ്റം ഇന്ത്യയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രൊപ്പോസലാണ്. ഇത് കൂടുതൽ സ്റ്റഡി വേണ്ടതാണ്. ഞാനിവിടെ അത് ജസ്റ്റ് നിങ്ങൾ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ഇൻ ദ കൺക്ലൂഷൻ, സോ ഇതിനൊക്കെ വേണ്ടത് ദർ ഇസ് എ നീഡ് ഫോർ പ്രോപ്പർ ഫണ്ടിങ് ഫോർ പബ്ലിക് ലൈബ്രറീസ്. സോ ഇറ്റ് ഇസ് ദ റോൾ ഓഫ് അവർ ലൈബ്രറി പ്രൊഫഷണൽസ് to realize the government that library have a role in achieving sustainable development goals. So with these words I am concluding my paper. Thank you.